ചാപ്റ്റർ 5 ആണ്, സോഷ്യൽ സയൻസ് 5ാം ക്ലാസ്. നമുക്ക് വരക്കാം വായിക്കാം എന്നാണ്. അതായത് തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന് അജി ഒപ്പം കുടുംബമാണ് അവരുടെ പക്കുള്ള ലേ ഔട്ടാണ്. അത് നമുക്ക് ഇതറിയാം. ഒരു മാപ്പായി വരയ്ക്കണം. നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീടും ചുറ്റുപാടും ഒരു മാപ്പ് പോലെ വരച്ചാൽ മതി. നമ്മുടെ വീട് എവിടെ നിൽക്കുന്നു, അവിടെ MG റോഡ്, അതൊക്കെയാണ്. നമുക്ക് നോക്കാം. നമുക്കിതിൽ നോക്കാം PSCയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ കാര്യമായി ഉള്ളതെന്ന് മാത്രം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ് വടക്ക് നോക്കി യന്ത്രം. എന്താണ് വടക്ക് നോക്കി? ദിശ അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? നമുക്കറിയുന്നതാണ് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്. അത് സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ എന്തെയ്യുന്നു? സൂചിപ്പിക്കുന്നു. സമുദ്ര യാത്രയിൽ ദിശകൾ അറിയുന്നത് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഉപയോഗിച്ചിരുന്നു. നമുക്ക് ഇതിൽ നമുക്കറിയുന്നതാണ് എന്തൊക്കെയാണ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് കേരളത്തിന്റെ ഭൂപടം വരക്കണം. അപ്പൊ നമുക്ക് കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടെന്ന് നോക്കണം. നമുക്ക് 14 ജില്ലകളുള്ളത്. ഏറ്റവും താഴെയുള്ളത് ഏതാണ്? ഏറ്റവും താഴെ എന്ന് പറയുമ്പോ ഏറ്റവും താഴെയുള്ളത് തിരുവനന്തപുരം, മുകളിൽ കാസർഗോഡ്. ഈ മാപ്പ് നമ്മൾ തന്നെ ഒരു മാപ്പ് ആയിട്ട് വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ. ഇനി എപ്പോഴും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്? അതായത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഭൂപട ശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കുന്ന ആളെന്ത് പറയുന്നു? കാർട്ടോഗ്രാഫർ എന്ന് പറയും. അപ്പൊ കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ്. എന്നാൽ എന്താണ് കാർട്ടോഗ്രാഫർ? അത് തയ്യാറാക്കുന്ന ആളെയാണ് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനായിക്കോട്ടെ, പരിശോധിക്കുന്നതായിക്കോട്ടെ, പ്രസിദ്ധീകരിക്കുന്നതായിക്കോട്ടെ ചുമതലപ്പെട്ട കേന്ദ്ര ഏജൻസി ഏതാണെന്ന് വെച്ചാൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന പരിശോധിക്കുന്ന ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ 14 ജില്ലകളെ പറ്റി നമുക്കൊരു ഇതെന്താണ്, ഇത് നമ്മൾ ഇന്ത്യയുടെ മാപ്പാണ്. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് നല്ല വൃത്തിക്ക് നമ്മൾ പഠിക്കണം. നമുക്ക് ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉണ്ടെന്നറിയാം. വാസ്കോ ഡ ഗാമ അറിയാം, കേരളത്തിൽ ആദ്യമായി എത്തിയ വ്യക്തിയായിരുന്നു. ഓക്കെ. അപ്പോ നമുക്ക് 6ാമത്തെ പാഠത്തിലേക്ക് ഒന്ന് പോകാം. എന്താണ് ജനങ്ങൾ ജനങ്ങളാൽ ഉള്ളതാണ്. എന്താണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്? അത് ഗ്രാമപ്രദേശങ്ങളെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പൊ നമ്മളിപ്പം ഗ്രാമത്തിലാണെങ്കിൽ നമ്മളേതാ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനം? നമ്മുടെ ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ. ഇനി ഈ ഒരു കോട്ടിങ് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കോട്ടിങ് ആണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ എബ്രഹാം ലിങ്കൺ ആണ്. എന്താണ് എബ്രഹാം ലിങ്കൺ പറഞ്ഞത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇതാര് പറഞ്ഞു? എബ്രഹാം ലിങ്കൺ പറഞ്ഞു. ഇനി ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്നാണ്. എന്താണ് ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം? അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞു. അപ്പോ എവിടെയാണ് ജനാധിപത്യം? നമ്മുടെ ജനാധിപത്യം തുടങ്ങിയത് ഗ്രീസിലാണ്. അതായത് നമ്മുടെ പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. ഓക്കെ. ഇന്ന് നിലവിലുള്ള ജനാധിപത്യയുടെ തുടക്കം യുണൈറ്റഡ് കിങ്സിലെ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പായിക്കോട്ടെ, ജനപ്രതിനിധികളുടെ ഭരണമായിക്കോട്ടെ, പാർലമെന്റ് എന്നൊക്കെ എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്.
പുരാതന ഗ്രീസിലെ ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ ജനങ്ങളെന്നും ക്രാറ്റസ് എന്നാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർത്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്. ജനങ്ങളുടെ അധികാരം, ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടതാണ്. എന്താണ് ഗ്രാമസഭ? നമുക്കറിയാം, ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്ക് പങ്കാളികളായാലും തീരുമാനം ഏറ്റെടുക്കാനുമുള്ള ഒരു പരിപാടിയാണ്. നമുക്കറിയാം, നമ്മളിപ്പം ഗ്രാമസഭ, നമ്മളെ മെമ്പർ നമ്മളെ വീട്ടിൽ ഒരു കടലാസ് കൊണ്ടുതരും, ഇത് ഗ്രാമസഭയാണ്, നമുക്ക് എല്ലാവരും വന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയും. നമുക്ക് ഓരോ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ് ഗ്രാമസഭ കൂടുന്നത്. നമ്മളെ ആവശ്യങ്ങൾ ഓരോ വാർഡിനും ഓരോ ഗ്രാമസഭക്കും നമ്മളെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ മെമ്പറോട് അറിയിക്കുന്നതാണ്. ഇനി എന്താണ് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഇനി എന്താണ് കേരള നിയമസഭ? നമുക്കറിയാം, കേരളത്തിൽ മുഖ്യമന്ത്രിയുണ്ട്, അതാണ് നമ്മുടെ പിണറായി വിജയൻ. അറിയാം എന്താണ് കേരള നിയമസഭ? കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയെ വഴികാട്ടിയാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27 ഏപ്രിൽ 27 നിയമസഭാ ദിനമായി. അപ്പൊ ചിലപ്പോൾ എപ്പോഴും ചോദിക്കുന്ന വെച്ചാണ്, എന്താണ് ഏപ്രിൽ 27 പ്രത്യേകത? നിയമസഭാ ദിനമായി ആചരിക്കുന്നു. ഇനി പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണ്? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലുള്ള ജനസംഖ്യയുള്ള ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം, ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് ഇത് സാധ്യമാകും. ജനസംഖ്യ കൂടി തന്നെ പരോക്ഷ ജനാധിപത്യമാണ്. ഇനി ഇന്ത്യയെ പറ്റിയുള്ള കുറച്ച് ഇതാണെടുക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സൗദി അറേബ്യയിലെന്നാണ് രാജാവിന്റെ അധികാരമാണ്. അഫ്ഗാനിസ്ഥാൻ ജനാധിപത്യ ഭരണം അവസാനിച്ചു എന്നാണ് പറയുന്നത്. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യമാണ്. ഇനി നമുക്ക് ജനാധിപത്യത്തിന്റെ കുറച്ച് സവിശേഷതകൾ നോക്കാം. എന്താണ് ജനാധിപത്യ സംവിധാനങ്ങൾ? ജനങ്ങളാണ് പരമാധികാരി എന്ന് പറയുന്നു. സ്വാതന്ത്ര്യവും നീതിപൂർണമായ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഗവൺമെന്റിനെ വിമർശനങ്ങളോടെ മെച്ചപ്പെടുത്താൻ സഹിക്കുന്ന പ്രതിപക്ഷമുണ്ട്. അതുപോലെ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത അഥവാ നിയമവാഴ്ചയാണ്. ജനങ്ങളുടെ ഭരണകൂടത്തെ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നമുക്ക് എന്താണ് സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശമുണ്ട്. എന്താണ് ഒരു വോട്ടവകാശം എന്ന് വെച്ചാൽ, യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തി എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അപ്പം 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശ പ്രായം 21 എന്നാൽ ഇപ്പോൾ എത്രയാണ്? 18 വയസ്സാണ്. അപ്പൊ എത്ര വർഷം വരെയാണ് 21 വയസ്സിന്റെ ഇത്? 1989 വരെയാണ്. നമുക്കൊരു തെരഞ്ഞെടുപ്പിന് കുറച്ച് ഘട്ടങ്ങളിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്. അതിന്റെ ഘട്ടങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു. അതേപോലെ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ആ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തണം. അതുപോലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണമുണ്ട്, വോട്ടെടുപ്പുണ്ട്, അതുപോലെ വോട്ടെണ്ണവും ഫലപ്രഖ്യാപനമാണ്. ഇനി എന്താണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് അറിയിക്കണം. അതായത് രാഷ്ട്രപതി ആയിക്കോട്ടെ, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടയിലേക്കും സ്വതന്ത്രവും നീതിപൂർവ്വ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. അത് 3 അംഗങ്ങളെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്.